പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 നവംബർ മാസം 9-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയത് ഓർക്കുമ്പോൾ എത്ര അത്ഭുതമായല്ലേ. ഒരനർത്ഥങ്ങളോ അപകടങ്ങളോ ഒന്നും ഉണ്ടാകാതെ തൻ്റെ ചിറകിൻ്റെ മറവിൽ കഴിഞ്ഞ പകൽക്കാലം നമ്മളെ മറച്ചു പിടിച്ച കർത്താവിന് ആ രണ്ട് കരവും ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. രാത്രികാലം കർത്താവിൻ്റെ കൃപയാൽ നല്ലവണ്ണം ഉറങ്ങാൻ കർത്താവ് സഹായിച്ചില്ലേ? കരം ഉയർത്തി പിടിച്ച് പറ, കർത്താവെ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതമായി നടത്തുന്നത് ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമ്മളെ അത്ഭുതമായി ഇന്നത്തെ പകൽക്കാലം കർത്താവ് സൂക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം, കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. കൈപിടിച്ച് നടത്തുന്ന ദൈവസ്നേഹത്തിനായിട്ട് കർത്താവെ സ്തോത്രം 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 സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് വിശ്വസ്തനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ആ മുഖത്തേക്ക് നോക്കുന്നവരെ അങ്ങ് പ്രകാശിപ്പിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അങ്ങ് ഉത്തരമരുന്ന കർത്താവാകിയാൽ സ്തോത്രം. അങ്ങ് ദയയും കരുണയും ദീർഘക്ഷമയുമുള്ള അപ്പയാകിയാൽ സ്തോത്രം. ഇന്ന് പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് നന്ദി പറയുന്നു. ഈ പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് നന്ദി പറയുന്നു. അങ്ങെത്രയോ നല്ലവൻ, അങ്ങെത്രയോ വല്ലഭൻ, അങ്ങേപോലെ മറ്റാരുമില്ലല്ലോ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു, ഒരുമിച്ച് സ്തോത്രം പറയുന്നു, ഒരുമിച്ച് സ്തോത്രം പറയുന്നു, ഒരുമിച്ച് സ്തോത്രം പറയുന്നു, ഒരുമിച്ച് സ്തോത്രം പറയുന്നു. സങ്കീർത്തനക്കാരൻ 63-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞ്, ദൈവമേ അങ്ങെൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ കർത്താവിനെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം കർത്താവിനായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം കർത്താവിനായി കാംക്ഷിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ നോക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എൻ്റെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കും. ഈ പ്രഭാതി ഒന്നുകൂടെ കരമുയർത്തിയിട്ട് പറ, കർത്താവെ അങ്ങയുടെ ദയ എല്ലാത്തിനേക്കാളും വലുതാകുന്നു. എന്നോടുള്ള അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവ സാന്നിധ്യത്താൽ അവർ മൂടപ്പെടട്ടെ. അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആത്മാവിൻ്റെ ശക്തി തൻ്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആനന്ദിപ്പാൻ തൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. ആമേൻ. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മശക്തി വ്യാപരിക്കട്ടെ. ആത്മാവിൻ്റെ ശക്തി അവരുടെ മേൽ ഇറങ്ങട്ടെ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആത്മാവിൻ്റെ ശക്തി അവരുടെ മേൽ ഇറങ്ങട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും രോഗബാധകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. അത്ഭുതകരമായ സൗഖ്യം തൻ്റെ മക്കളുടെ മേലുണ്ടാകട്ടെ. എല്ലാ രോഗശക്തികളും രോഗത്തിൻ്റെ ബാധകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ട് തൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരാകുന്നതിനായി സ്തോത്രം. എല്ലാ സാമ്പത്തികമായ ക്ലേശങ്ങളും മാറിപ്പോകട്ടെ. മനസ്സിനകത്തുള്ള വലിയ ഭാരങ്ങൾ ഒഴുകിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഭയങ്ങളും നീങ്ങിപ്പോകട്ടെ. അനാവശ്യമായ ഭയങ്ങൾ, രാത്രിയിൽ ഉറങ്ങാനുള്ള ഭയം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അവൻ സ്വപ്നങ്ങളിലൂടെയുള്ള ഭയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഈ പ്രഭാതി അത്ഭുതമായ വിടുതൽ കർത്താവ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവ് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും വലിയൊരു ഉണർവിന് ഇന്നത്തെ സഭായോഗം മുഖാന്തരമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും സ്വസ്ഥതയും നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് അനുവദിക്കുന്ന പക്ഷേ നാളെ ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടാകും. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ പങ്കെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായി തീരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചനയ്ക്കായിട്ട് നമ്മുടെ കാതുകളെ നമുക്ക് കൂർപ്പിക്കാം. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവരാകുന്നു. ഉറക്കെ പറഞ്ഞാൽ, ഞാൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു,
ആമേൻ, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. ഉറക്കെ പറയാമോ? കുഞ്ഞുങ്ങൾ, ഞാൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, ഞാൻ എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അതുകൊണ്ട് ഒരു രീതിയിലുള്ള ഭയത്തെയും ഞാൻ എൻ്റർടൈൻ ചെയ്യത്തില്ല. ഞാൻ എന്നെ ഏത് രീതിയിൽ ഭയപ്പെടുത്തുവാൻ നോക്കിയാലും അത് എൻ്റെ അടുക്കൽ വില പോകത്തില്ല. കാരണം ഞാൻ ദൈവത്തിൽ നിന്നുള്ള വ്യക്തിയാകും. യോഹന്നാൻ ഇത് എഴുതുമ്പോൾ ആ കാലഘട്ടത്തിൽ ദൈവമക്കൾക്ക് പല രീതിയിലുള്ള ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, അവരുടെ മുമ്പിൽ പലതരത്തിലുള്ള പ്രഷറുകൾ അവർ നേരിടുന്നതായ സമയത്താണ് അവരോട് പറയുന്നത്, നിങ്ങൾ സാധാരണക്കാരല്ല, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. ഇന്ന് കരമുയർത്തി പറ, ഞാൻ സാധാരണ വ്യക്തിയല്ല, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്. ഇനി എൻ്റെ അകത്ത് വസിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ആമേൻ. ഈ ലോകത്തിലുള്ള സകല വിധത്തിലുള്ള ദുഷ്ട ആത്മാക്കളെക്കാളും വലിയതായ ദൈവത്തിൻ്റെ ആത്മാവാണ് എൻ്റെ അകത്ത് വസിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു എന്നാ പറയുന്നത്, ഒരു മോട്ടിവേഷണൽ വേണ്ടി പറയുന്ന വാക്യമല്ല, മറിച്ച് ഇതൊരു ദൈവ പൈതലിൻ്റെ പൊസിഷണൽ ട്രൂത്താണ്. ഇറ്റ് ഈസ് യുവർ ഐഡൻറ്റിറ്റി ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമ്മുടെ ഓരോരുത്തരുടെ ഐഡൻറ്റിറ്റിയാണ് ഗോഡ്സ്. അതായത് ദൈവം ആഗ്രഹിക്കുന്നു ഞാനും നിങ്ങളും ഭയരഹിതമായി ഭൂമിയിൽ ജീവിക്കണമെന്ന്. ഭയപ്പെട്ട് ശത്രുവിൻ്റെ ഭീഷണികൾക്ക് വഴങ്ങി ജീവിക്കുവാനല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഭയരഹിതമായി വിശ്വാസത്തിൽ ഉറച്ച് നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ ആ വലിയ ആ ബോധ്യത്തിൽ, ഐ ആം എ ചൈൽഡ് ഓഫ്, ഞാനൊരു ദൈവ പൈതലാണ്, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ അകത്ത് വസിക്കുന്നു, എനിക്ക് ദൈവിക അധികാരങ്ങളുണ്ട്. ആമേൻ. ഈ ലോകത്തിലെ ഇരുട്ടിൻ്റെതായ യാതൊരു ഭീഷണിയും എൻ്റെ നേരെ വില പോകത്തില്ല. ആമേൻ. ഞാൻ ജയാളിയാണ്, ഞാൻ ക്രിസ്തുവിൽ ജയിച്ച് ജീവിക്കുന്നവനാണ് എന്നൊരു ബോധ്യത്തിൽ ജീവിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ അകത്ത് ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ വസിക്കുന്നു. അതായത് ഗ്രേറ്റർ വൺ ലിവ്സ് ഇൻസൈഡ് ഓഫ് അസ്. അപ്പം അതിൻ്റെ അർത്ഥം എന്തോ? ലോകത്തിലുള്ള ജ്ഞാനത്തെക്കാൾ വലിയ ജ്ഞാനം നമ്മുടെ അകത്തുണ്ട്. ലോകത്തിലുള്ള ഏത് ശക്തിയേക്കാളും വലിയ ശക്തി നമ്മുടെ അകത്തുണ്ട്. വലിയ അഭിഷേകം നമ്മുടെ അകത്തുണ്ട്. അസാധാരണമായ ധൈര്യം. അതാണ് തിമോത്തിയോസ് ലേഖനത്തിൽ പറഞ്ഞത്, നിങ്ങൾ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല നിങ്ങൾ പ്രാപിച്ചത്, നിങ്ങൾ പ്രാപിച്ചത് ധൈര്യത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം, ശത്രുവിൻ്റെ ഒരു തന്ത്രവും നമ്മുടെ ജീവിതത്തിൽ ജയിക്കത്തില്ല. പണ്ടൊരു കൊച്ചൻ അവനെ ഭയങ്കര ഇരുട്ടത്ത് നിൽക്കുക. അപ്പോൾ ഇരുട്ട് ഭയങ്കര ശക്തമായി നിൽക്കുമ്പോൾ അവൻ്റെ കയ്യിലൊരു ടോർച്ച് ഉണ്ടായിരുന്നു. അപ്പം ഇവൻ ഈ ടോർച്ച് അടിക്കുന്നതനുസരിച്ച് ഇവൻ്റെ മുമ്പിൽ നിന്ന് ഈ ഇരുട്ട് ഇങ്ങനെ മാറിക്കൊണ്ടുപോകും, മാറി പോവുക. അപ്പം എത്ര വലിയ ഇരുട്ടാണെങ്കിലും ഈ കൊച്ചു പയ്യൻ്റെ കയ്യിൽ ടോർച്ച് ലൈറ്റ് ഉള്ളത് കൊണ്ട്, പ്രകാശമുള്ളത് കൊണ്ട് ഇരുട്ടിന് അവനെ പിടിക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് തോന്നും, അയ്യോ എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എന്നെക്കൊണ്ട് കഴിവില്ല എന്നൊക്കെ തോന്നും. പക്ഷെ നിന്നിലുള്ളത് വലുതായത് കൊണ്ട് ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. കാരണം എൻ്റെ അകത്തുള്ളത് വലുതാണ്. അപ്പോൾ ഈ കൊച്ചി ചെറുക്കനെ സംബന്ധിച്ച് അവൻ കൊച്ചനാണ്, ഇരുട്ട് വലുതാണ്. പക്ഷേ അവൻ്റെ കയ്യിൽ ആ ടോർച്ച് ഉള്ളത് കൊണ്ട് ഇരുട്ടിന് അവനെ ജയിക്കാൻ പറ്റത്തില്ല. ഗോലിയാത്തിനെ നോക്കിക്കേ, ദാവീദിനെ നോക്കി. ഗോലിയാത്ത് അത്ര വലിയവനായിരുന്നു. ഗോലിയാത്ത് പറഞ്ഞു, ഞാൻ നിന്നെ കീറിക്കളയും, നശിപ്പിച്ച് കളയും എന്നൊക്കെ പറഞ്ഞ് ദാവീദിന് നേരെ പുച്ഛസ്വരത്തോടുകൂടെ സംസാരിച്ചപ്പോൾ ദാവീദ് പറഞ്ഞു, നീ വരുന്നത് വാളും കുന്തവുമായിട്ട്, ഞാൻ വരുന്നത് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ. ആരാ ജയിച്ചത്? ആ ജനം മൊത്തം പേടിച്ച് നിൽക്കുമ്പോൾ ദാവീദിന് തന്നിലുള്ളവനെക്കുറിച്ചുള്ള ബോധ്യമാണ് ഗോലിയാത്തിൻ്റെ മുമ്പിൽ ജയം കൊടുത്തത്. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലും ആ വലിയ ബോധ്യം വേണം, കർത്താവ് എന്നെ അത്ഭുതകരമായി നടത്തും. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഭീഷണിയും, പൈശാചിക ഭീഷണിയെ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു തരത്തിലുള്ള ഭയപ്പെടുത്തുന്നതായ ഒന്നും നിങ്ങളെ തടയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവന്. ഒരു സഹോദരി പറഞ്ഞ ടെസ്റ്റിമണിയാണ്, അവരെ സംബന്ധിച്ച് രാത്രിയിൽ കിടക്കാൻ പറ്റത്തില്ല. കിടന്നു കഴിയുമ്പോൾ അവർ ഭയങ്കര പേടിയാണ്, അവരുടെ മനസ്സിനങ്ങ് ഭയങ്കര ഭയമാണ്. എന്തൊക്കെയോ അവർ കാണുന്നു, എന്തൊക്കെയോ അവരെ പ്രഷറൈസ് ചെയ്യാൻ നോക്കുന്നു, അവരെ ബെഡിൽ നിന്ന് വലിച്ച് താഴെയിടാൻ നോക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1 യോഹന്നാൻ 4:4 അവർ വായിക്കുന്നു, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ഇവർ വിശ്വാസത്തോടെ ഇത് പറയുവാൻ തുടങ്ങി, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ.
വലിയവൻ എന്ന് പറഞ്ഞ് അവർ കിടക്കാൻ തുടങ്ങി. വളരെ വളരെ ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് അവർ ആ പ്രതിസന്ധിയെ അതിജീവിക്കുവാനിട വന്നു. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ അവൻ വിശ്വാസത്തോടെ പറഞ്ഞു, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചത്, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവന്. അതുകൊണ്ട് നെഗറ്റീവായ നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ നോക്കുന്ന ഏത് ശബ്ദത്തോടും, അത് മാനുഷികമായ ശബ്ദമായാലും സ്പിരിറ്റിൽ കേൾക്കുന്ന ശബ്ദങ്ങളായാലും വായിക്കുന്നതാണെങ്കിലും മെഡിക്കൽ റിപ്പോർട്ടുകളാണെങ്കിലും എന്താണെങ്കിലും അതിനോട് പറയണം, ഞാൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എൻ്റെ അകത്തിരിക്കുന്നത് കൊണ്ട് ഒന്നിനും എന്നെ ഭയപ്പെടുത്തുവാൻ കഴിയത്തില്ല. ആ ആത്മീകമായ അവെയർനെസ് നമുക്കുണ്ടാകണം. ആത്മീകമായ അവെയർനെസ് നമ്മുടെ അകത്തുണ്ടാകണം. എന്നിട്ട് നല്ലവണ്ണം പ്രാർത്ഥിക്കണം, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം, വചനത്തെ ഡിക്ലെയർ ചെയ്യണം. അവിടെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. അതുകൊണ്ട് ഭയപ്പെട്ട് ജീവിക്കാനല്ല ദൈവപൈതലിനെ വിളിച്ചത്. ഏതെങ്കിലും ശത്രുവിൻ്റെ ഭീഷണിയെ കണ്ട് ഒളിച്ചോടാനല്ല കർത്താവ് വിളിച്ചത്. കർത്താവ് വിളിച്ചത് ജയകരമായി ജീവിക്കുവാനും. ജയകരമായി ജീവിക്കുവാനും. ഇന്ന് കരമുയർത്തി പറ, ജയകരമായി ജീവിക്കാനാണ് കർത്താവ് വിളിച്ചത്. എന്തുകൊണ്ടാണ്? ഞാൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, കാരണം എൻ്റെ അകത്ത് വലിയവനുള്ളത് കൊണ്ട്. കേട്ടോ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. അത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുക. ഭീഷണികളെ ഭയപ്പെടുത്തുന്നതായ അനുഭവങ്ങളെ ജയിക്കുക. പരാജയപ്പെട്ടു പോകാനോ ഭീഷണി കേട്ട് ഒളിച്ചോടാനോ അല്ല കർത്താവ് നിന്നെ വിളിച്ചത്. ദിസ് ഈസ് ദ മന്ത് ഓഫ് വിക്ടറി. ജയാളിയായി മുന്നേറുവാൻ ക്രിസ്തുവിൽ നമുക്ക് എല്ലായിടത്തും എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് മുന്നേറുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.